എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ ഒരു ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. സോ ഇതിൻ്റെ പഴയ ഹോസ്റ്റൽ മാറി പുതിയൊരു ഹോസ്റ്റലാണ്. അതുകൊണ്ട് ഞങ്ങൾ മലയാളീസ് 15 പേരാണ് ഒരു റൂമിൽ. സോ അതിൻ്റേതായിട്ടുള്ള ചെറിയ കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പഴയ ഹോസ്റ്റലിൽ അവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് റൂമായിരുന്നല്ലോ. അപ്പോൾ ബ്രഷൊക്കെ തേച്ചിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മെസ്സ്. ഇവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ദോശയാണ് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത്. ഇനി ഇത് ഉച്ചയ്ക്കത്തെയാണ് ഈ ഗ്രീൻ പീസിൻ്റെത്. എന്നാന്ന് വെച്ചാൽ രാവിലത്തെ ഉച്ചയ്ക്കത്തേതും ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പാൻറ്റുമാർ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങ് പോകും. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് രാത്രിത്തെ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് അവർ വരുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ്സസ് സെക്കൻഡ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ള എക്സാമും. അപ്പം അവർ രാവിലെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്കത്തെ കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ അവരുണ്ടാക്കുന്നത്. 2 നേരത്തേതും കൂടെ രാവിലെ ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പോകും. പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഈ കാണിക്കാൻ ഞങ്ങളുടെ പുതിയ ഹോസ്റ്റൽ. ഇവിടെ റൂമുകളാണ്. താഴെ വാർഡിൻ്റെ റൂമുണ്ട്. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് പോർഷന്. ഇതിൻ്റെ മേലോട്ട് പോകുന്നിടത്തും റൂമുകളുണ്ട്. പിന്നെ ഈ കാണിക്കുന്നതിൻ്റെ അകത്തോട്ടും റൂമുകളാണ്. അങ്ങോട്ടെല്ലാം റൂംസ് ഉണ്ട്. പിന്നെ അവിടെ ചാർജിങ് വെക്കാനുള്ള സ്ഥലവും പിന്നെ ബക്കറ്റ് വെക്കാനുള്ള സ്ഥലവും. പിന്നെ നേരെ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറുന്നിടത്താണ് ഞങ്ങളുടെ റൂം വരുന്നത്. പിന്നെ കിച്ചണും വരുന്നത്. ഇതൊക്കെയാണ്. പിന്നെ ഈ കാണുന്നിടത്തൊക്കെ പൈപ്പൊക്കെ കൈ കഴുകാനുള്ള ഏരിയയും പിന്നെ അവിടെ തുണി വിരിക്കാനും പിന്നെ ബാത്റൂമും ഒക്കെയാണ് ആ സൈഡിൽ. ഇപ്പം ഞങ്ങൾ മാത്രമുള്ളൂ ഈ ഹോസ്റ്റലിൽ. ബാക്കിയുള്ളൊരു എക്സാമിനും പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞവരവരൊക്കെ ക്ലാസ്സിനും പോയേക്കാണ്. ഇതിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ബക്കറ്റ് വെക്കാനും ചാർജിങ് ഏരിയയും പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. അത് മെസ്സ്. പിന്നെ ഞങ്ങളുടെ റൂമാണിത്. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി കിടപ്പ് അതൊക്കെ തന്നെയാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല. വിശന്നില്ല. കാരണം ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് ഫുഡ് ഞങ്ങൾ ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. രാവിലെ ആണെങ്കിലും ഞങ്ങൾ തന്നെ തേയിലച്ചായ ഉണ്ടാക്കി കുടിച്ചു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കണം. രാവിലെ എണീറ്റപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കണ്ണിൻ്റെ മേളിലൊരു ഉറുമ്പ് കടിച്ചു. കണ്ണ് നീര് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ പരിപാടീസൊന്നുമില്ല. എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടിട്ട് വരാം. ഞങ്ങളുടെ പച്ചൻ തന്നെ ആദ്യം എക്സാം കഴിഞ്ഞ് ബാക്കിയുള്ള എക്സാമിന് പോയി. ഫസ്റ്റ് ഇയേഴ്സ് ക്ലാസ്സിനും പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ കാണുന്നത് ഒരു കടാവർ എന്ന് പറയുന്ന സിനിമയാണ്. അമല പോളിൻ്റെയാണ് തമിഴ് പടം. വലിയ കുഴപ്പമില്ല. ത്രില്ലർ പടമാണ്. കണ്ടിരിക്കാം. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ തലയിൽ ഒരു ചെടക്ക് വീണു. അപ്പോൾ അത് അവളെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കുറേ മുടിയിൽ നിന്ന് പണി ചെയ്യുന്നത്. ബാക്കിയുള്ള പിള്ളേരെല്ലാവരും വട്ടം കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. വൈകുന്നേരം ഒരു അറ്റൻഡൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം രാത്രിയിൽ. അപ്പം ഇപ്പം നല്ല ക്യൂ ആണ്. ഞങ്ങളെ ക്യൂ ഒക്കെ കുറഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോഴൊരു ബണ്ണ് കണ്ടത്. ഇപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കാമെന്ന് കരുതി മുളക് ചാരിച്ചതും പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ കഴിക്കാനായിട്ട് പോയി. കാരണം ഒരാൾ എന്തെങ്കിലും പ്രയർ ചെയ്യുന്നു. ഇവിടുത്തെ ഉണക്ക ബണ്ണ് നമുക്ക് ടൊമാറ്റോ നമുക്ക് വേറെ ഒന്നും ഇല്ല ഇവിടെ. ഇത് വെച്ചിട്ട് ഒരാൾ ബർഗർ ഉണ്ടാക്കാൻ പോണു ഗൈസ്. എൻ്റെ കയ്യിൽ ഫോൺ പോകും ഗൈസ്. അർച്ചനയുടെ കഷ്ടപ്പെട്ട് അവളുടെ തട്ടിക്കൂട്ട് രീതിയിലുള്ള ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവസാനം ഞങ്ങളൊരു തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കി കേട്ടോ. ക്യൂ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബർഗർ ഇങ്ങനെയാണ്. അകത്ത് മുളകൊക്കെ തേച്ചുള്ള ബർഗർ. വേറെ ഒന്നും കഴിക്കാനില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സംഭവം ഇങ്ങനെയാണ്. എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ ഇരുന്നതായിരുന്നു ഞങ്ങൾ. പക്ഷേ പ്രാക്ടിക്കൽ കഴിഞ്ഞ് ഞങ്ങളെ വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിരുന്ന ചിപ്സൊക്കെ തീർന്നു. ഫുഡ് കഴിക്കാനുള്ള ക്യൂവും കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ കയ്യിരുന്ന ബണ്ണ് വെച്ച് കഴിക്കാം. സംഭവം കൊള്ളാൻ കുറച്ച് എരി കൂടിപ്പോയി. ഞങ്ങൾക്ക് വൈകിട്ട് കാപ്പി കുടിക്കാൻ ഒരാഗ്രഹം. ഇവിടെ ഒരാൾ കാപ്പി ഇടാൻ വേണ്ടി കെറ്റിൽ ചൂടാക്കുകയാണ് ഗൈസ്. പക്ഷേ ഇരുട്ടത്തായതുകൊണ്ട് കാണത്തില്ല. ശരിയാണ്. അപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കഴിച്ചിട്ടൊന്നും വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സത്യം പറയാം ഗൈസ്. ഇപ്പോൾ സമയം കുറച്ച് ലേറ്റായിട്ട് 12:30 കഴിഞ്ഞ് കാണും. അപ്പോൾ ഒരു കാപ്പി കുടിക്കാനൊരു മോഹം. എന്നാൽ പിന്നെ കാപ്പി കുടിച്ചേക്കാം. അപ്പം അത് കാപ്പിയൊക്കെ കുടിച്ച് മിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ലേറ്റായിട്ട് കിടക്കും, ലേറ്റായിട്ട് എണീക്കും. ഇതാണ് പരിപാടി. വേറെ ഒന്നും പരിപാടിയില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് ജൂനിയേഴ്സും കൂടെ കാപ്പി കുടിക്കാനായിട്ട് അവർ വന്നായിരുന്നു. അവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാനായിട്ട്. എക്സാമിൻ്റെ പുറകെ ആയതുകൊണ്ട് നല്ല ഫ്രസ്ട്രേഷനും ക്ഷീണവും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഇപ്പോഴാണ് തീർക്കുന്നത്. ഇനി പാർട്ടികളൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ ബൈ.